രാവിലെ തന്നെ പള്ളിയിൽ പോയി വീട്ടിൽ വന്ന് ഉച്ചത്തേക്കും രാവിലത്തേക്കും വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾക്ക് വേഗം ഒരു വഴിക്കൊക്കെ പോകാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ പോയിട്ടൊന്നും നിങ്ങളെ കാണിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ മോനില്ലാണ്ടാണ് പോയത്. പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥലം മൂൺലൈറ്റിൽ വന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം ആവശ്യമുള്ള അളവിൽ ആവശ്യമുള്ള രീതിക്ക് തിരഞ്ഞെടുക്കാം. ആ ഒരു ക്വാളിറ്റിയാണ് ഞാൻ അവിടെ കണ്ടേക്കുന്നത്. നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് തിരഞ്ഞെടുത്ത് വീട്ടിൽ വന്ന് മോനൊരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരിടത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനെ രാവിലെ കൊണ്ടുപോകാത്തതിൻ്റെ പരിഭവം പുള്ളിക്കുണ്ടായിരുന്നു കേട്ടോ. അവനെ കൊണ്ടുപോകാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. വേറെ ഒരു സ്ഥലമല്ല, 1-2 സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ കപ്പയിട്ട വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കപ്പ വെറുതെ അങ്ങ് നട്ട് വെച്ചാൽ മാത്രം പോരല്ലോ, ഇടയ്ക്ക് അവിടെ പോയി നോക്കണ്ട എങ്ങനെയുണ്ട് വളർച്ച കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം കപ്പ നട്ടപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ കുറച്ച് പയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. കപ്പ അത്യാവശ്യം ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അമ്മമ്മയുടെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ ആദ്യം കടയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടേക്ക് എത്തിയപ്പോഴേക്കും നല്ല തണുപ്പായിട്ടോ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പുണ്ടാവുമല്ലോ. അങ്ങനത്തെ കടയിലെത്തിയപ്പോൾ അവിടെ ആൻറ്റി ഉണ്ടായില്ല, ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അവരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി വന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അമ്മമ്മയ്ക്ക് ഒരു കേക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ നമ്മുടെ മുതലിന് കടയിൽ കയറിയപ്പോൾ മിഠായി വേണമല്ലോ, മിഠായി മേടിച്ചു കൊടുത്ത് നമ്മളിതേ അമ്മാമ്മയുടെ അടുത്തേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ച് പുള്ളിക്കാരി അവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പിന്നെ ഇതേ അറ്റത്ത് നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഇതേ മോൻ്റെ അടുത്ത് തന്നെ കേക്ക് കൊടുത്തു വിട്ടു അമ്മാമ്മയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് അമ്മാമ്മയെന്ന് വിളിച്ചിട്ട് അവനത് അവിടെ ഇവിടെയും വെക്കുക, അല്ലാണ്ട് കയ്യിൽ കൊടുക്കണില്ല. പിന്നെ കൊണ്ടുവന്ന് അടുത്ത് വെച്ച് കാലിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തു. അപ്പോഴും മനസ്സിലായി അങ്ങനെയല്ല വേണ്ടതെന്ന്. പിന്നെ അവനങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തു. കയ്യിൽ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അവൻ പിന്നെ എടുത്ത് കയ്യിൽ കൊടുത്തു വിട്ടു. അവൻ ആ മിഠായി തിന്നണേൻ്റെ ചിന്തയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ. പിന്നെ അമ്മാമ്മയുടെ അടുത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അപ്പോൾ 1-2 ചെടികളും കാര്യങ്ങളൊക്കെ ഞാനും മേടിച്ച് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനുമായിട്ട് അവൻ ഭയങ്കര കളി. അവൻ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അമ്മാമ്മോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു പേപ്പർ കഷ്ണമൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സൺഡേയും കാര്യങ്ങളൊക്കെ?